ഇതിലേക്ക് ഒരു സവാള കൊത്തി, ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്യാപ്സിക്കം തോരനാണ്. അതിലേക്കായി ആദ്യം കടുക് വറുത്ത് സവാളയും പച്ചമുളകും വേവിക്കാം. കടുക്, ഒരു വറ്റൽമുളക്, കറിവേപ്പില, ഇതിലേക്ക് ഒരു സവാള കൊത്തി അരിഞ്ഞതും ഒരു പച്ചമുളകും ചേർത്ത് വഴറ്റാം. സവാള ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ചേർത്ത് അരക്കപ്പ് തേങ്ങയും ചേർത്ത് ഇളക്കി വേവിക്കാം. ക്യാപ്സിക്കം അതിനകത്തുള്ള മാംസള ഭാഗവും അരിയും കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അല്പനേരം അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും അല്പം പഞ്ചസാരയും ചേർത്ത് ഇളക്കി വേവിക്കും. ക്യാപ്സിക്കം തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഈ ക്യാപ്സിക്കത്തിൻ്റെ എരിവൊന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് ഇളക്കിയിരിക്കുന്നത്.